എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ 2 ദിവസവും ലോകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്ന 2 ഓപ്പോസിറ്റ് സൈഡിലുള്ള വികാരങ്ങളായിരുന്നു. മിനിഞ്ഞാന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഭീകരമായിട്ടുള്ള ഭയമായിരുന്നു. യുദ്ധം പീക്കിലെത്തി, ഇനി സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്നൊരവസ്ഥയായിരുന്നു മിനിഞ്ഞാന്നുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്തെന്നാൽ ട്രംപ് ഇറാന് 48 മണിക്കൂർ സമയം കൊടുക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഹോർമോസ് കടലിലേക്ക് തുറന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം നശിപ്പിക്കും. നിങ്ങളുടെ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഊർജ്ജ പ്ലാന്റുകൾ, നിങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ, നിങ്ങളുടെ സോളാർ പവർ പ്ലാന്റുകൾ എല്ലാം നശിപ്പിച്ച് താറുമാറാക്കും, നിങ്ങളെ ഇരുട്ടിലേക്ക് തള്ളുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ യുദ്ധം പീക്കിലെത്തി എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതിന് തൊട്ട് ദിവസം മുമ്പായിരുന്നു മറ്റൊരു ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക വീണ്ടും ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിക്കുകയാണ്. നദാൻസ് മലനിരകൾക്കടിയിലാണ് ഇറാൻ ഈ ഒരു പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ്. വലിയ സ്ഫോടനം, അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമയിലെ ബോംബിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ദൃശ്യം കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെയായിരുന്നു പൊട്ടിത്തകർന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും നദാൻസ് മലനിരകൾ ആ ഒരു ഇമ്പാക്റ്റ് താങ്ങുകയാണ്. അമേരിക്ക ഏറ്റവും അവരുടെ കിലോ കണക്കിന് വരുന്ന വാർഹെഡുകൾ, ഈ ഒരു ബങ്കർ ബസ്റ്റർ, അതായത് ഈ മലകളൊക്കെ തകർത്ത് അടിയിലേക്ക് പോയി പൊട്ടാനുള്ള ആ ഒരു സംഭവമാണ് ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് പോലും അവരുടെ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം ആ ഒരു പ്ലാന്റിനും തൊടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മലകൾ താങ്ങുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇറാൻ നല്ലതുപോലെ പണി കൊടുക്കുകയാണ്. ഇസ്രയേലിൻ്റെ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട അവരുടെ പരീക്ഷണശാലകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡിമോണയിലൊക്കെ ഉള്ളത്, സൗത്തേൺ ഇസ്രയേലിലാണ് വരുന്നത്. ഇത് ആക്രമിക്കുകയാണ്. 200ഓളം പേർക്ക് പരിക്കേൽക്കുകയാണ്. മരണമുണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് മരണനിരക്കോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ഭീകരമായിട്ടുള്ള ആക്രമണമായിരുന്നു ഇറാൻ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധം പീക്കിലെത്തി 48 മണിക്കൂർ വാണിംഗ് കൊടുക്കുകയാണ്. ഇറാനും പറഞ്ഞു, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കത്തൊന്നുമില്ല, ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും. എങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത്? തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള സൗദി, UAE ഒക്കെ ഉണ്ടല്ലോ, അവിടുത്തെ സർവ്വനാശമായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ അവിടുത്തെ ഈ ഏറ്റവും പ്രധാനം എന്താണ്, എണ്ണക്കിണറുകളാണല്ലേ, എണ്ണപ്പാടങ്ങളെല്ലാം തകർക്കും. അതോടൊപ്പം ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വിലമതിപ്പുള്ള സാധനം എന്താണ്? വെള്ളമാണ്, കുടിവെള്ളമാണല്ലേ. അപ്പോൾ ഡീസലൈനേഷൻ പ്ലാന്റ് ഉണ്ടല്ലോ, കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കുന്ന വെള്ളമാക്കുന്നുണ്ടല്ലോ, അതെല്ലാം തകർക്കും. നിങ്ങളുടെ ഗ്യാസ്, അവിടെയുള്ള പ്രധാനപ്പെട്ട ലോകത്തെ തന്നെ സാമ്പത്തിക വ്യവസ്ഥകൾ കൺട്രോൾ ചെയ്യുന്ന ബാങ്കുകൾ നശിപ്പിക്കും, IT കമ്പനീസ് നശിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞ് ഇറാനും ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ യുദ്ധം ലോകത്ത് എന്ത് നടക്കാമെന്നും പറയുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അടക്കം ലോകത്തിലെ ഒരുപാട് ഓഹരികളൊക്കെ കുത്താനെ ഇടിഞ്ഞ് താഴെ പോവുകയാണ്. കോടിക്കണക്കിന് രൂപ അപ്പാടെ വാഷ് ഔട്ടായി പോവുകയാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടുകൊണ്ടിരുന്നതല്ലേ. അതായത് എക്സ്ട്രീം ഭീതി, എന്ത് സംഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലെ വന്ന വാർത്ത എന്താണെന്നറിയാവോ? ആശ്വാസത്തിൻ്റെ വാർത്തയായിരുന്നു. എല്ലാവരും ആ ഒരു വാർത്ത കേട്ട് ആശ്വസിക്കുകയാണ്. അതായത് ട്രംപ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം, അതായത് ഇനി അങ്ങോട്ട് ഞങ്ങൾ 5 ദിവസത്തേക്ക് ഇറാൻ്റെ ഊർജ്ജ പ്ലാന്റുകളെയോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഊർജ്ജമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങൾ ആക്രമിക്കില്ല. ഞാൻ നമ്മുടെ ആംഡ് ഫോഴ്സസിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് 5 ദിവസത്തേക്ക് ആക്രമണങ്ങളൊക്കെ നിർത്തിവെക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. ആശ്വാസമായി. ഇന്ന് നോക്കൂ, ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ വീണ്ടും കുറച്ച് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ, 2 ദിവസം 2 വികാരങ്ങളായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രശ്നം വന്നത് എന്താണ്? ട്രംപ് ആ ഒരു അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ 2 ദിവസവുമായിട്ട് നമ്മൾ ഇറാനിലെ അധികാരികളുമായിട്ട് വളരെ ആഴത്തിലുള്ള, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ച ഞങ്ങൾ നടത്തുകയുണ്ടായി. അതായത് ട്രംപ് പറയാണ്, ഞങ്ങൾ അമേരിക്കയും ഇറാൻ്റെ ഭരണാധികാരികളുമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചർച്ചയിലായിരുന്നു. ആ ചർച്ച നല്ലൊരു അന്ത്യത്തിലാണ് എത്തിച്ചേർന്നത്. ഞങ്ങൾ പരസ്പര ധാരണയായി നമുക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്നുള്ളതിൽ. അതുകൊണ്ടാണ് ഞാൻ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തൊട്ട് പുറമേ തന്നെ ഇറാൻ അതോറിറ്റീസ് ഉണ്ടല്ലോ, ഒന്നാമത്തത് IRGC, ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടത്തുന്നവരാണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും. അതോടൊപ്പം തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ബാസ് അറഗച്ചിയും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ ഈ ട്രംപുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇയാളത് എന്തുവാണ് പറയുന്നത്? ഇപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂറും ഈ കാര്യം ഇങ്ങനെ പുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ മധ്യസ്ഥത സംസാരിച്ചത് ഇങ്ങേരാണെന്നും പറഞ്ഞ് ഇങ്ങേര് ചുമ്മാ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ഇന്ത്യ അപ്പാടെ തള്ളിക്കളയാണ്, ആര് സംസാരിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്കിറുക്കനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ തന്തയാകാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം ട്രംപിനുണ്ട്. നമ്മൾ പണ്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോഴെന്തായാലും ഇറാനി വാദം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ ഡയലോഗ് അടിച്ചോ, ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല, ഞങ്ങളൊരു ധാരണയിലും എത്തിയിട്ടില്ല, ഞങ്ങൾ ശക്തമായിട്ട് പോരാട്ടം തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് ആകെപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ട്രംപ് എവിടെ പെട്ടു, നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് ജിയോ പൊളിറ്റിക്കൽ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ട്രംപ് നല്ലതുപോലെ പെട്ടിരിക്കുകയാണ്. ട്രംപ് വിചാരിച്ചത് എന്താണ്, ഇവരുടെ തലവനായിട്ടുള്ള പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയും തട്ടി, ഒരുപാട് കമാൻഡേഴ്സിനും തട്ടി, ടെഹ്റാൻ മൊത്തം ആക്രമിച്ച് തകർത്തു, അവരുടെ യുദ്ധ കപ്പലുകളെല്ലാം തകർത്തു. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇറാൻ കീഴടങ്ങും. ഓക്കെ, അതോടെ എല്ലാം കഴിഞ്ഞു, നമുക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാമെന്നല്ലേ. പക്ഷേ ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഒരു ചർച്ച
ചർച്ചയ്ക്കുള്ള സാധ്യതയില്ല, യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല, ആക്രമണം നിർത്താനും പറ്റുന്നില്ല. ഇയാളുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇറാനെ, അമേരിക്ക, ഇസ്രായേലിനെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ ആരുടെയും പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ഹോർമൂസ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർക്കുമെന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തകർത്തുകൊണ്ടുമിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നു. ലക്ഷം കോടികളാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അടക്കം വാഷ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നത്. LPGയുടെ ഷോർട്ടേജ് വരുന്നു, ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും കുറഞ്ഞ 95 രാജ്യങ്ങളിലെങ്കിലും പെട്രോളിൻ്റെ വില കൂടിയിട്ടുണ്ട്. ഈ വീരവാദം മുഴുക്കുന്ന ട്രംപിൻ്റെ രാജ്യമുണ്ടല്ലോ, അവിടെ ഏകദേശം 12% എത്ര വില കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മൊത്തമായിട്ട് തകർക്കുന്ന ഒരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ആകപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം മെയിനായിട്ട് എന്താണ്, ഈ ഇറാൻ ആക്രമിക്കുന്ന ആരെയാണ്? GCC കൺട്രീസിനെയാണല്ലോ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൗദി, UAE പോലുള്ള രാജ്യങ്ങളെ ആക്രമിച്ച് മൊത്തം പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുന്നുണ്ട് തുടങ്ങിയ. ഇപ്പോൾ ഇറാനും ഖത്തറും കൂടെ ഷെയർ ചെയ്യുന്ന ഒരു എണ്ണപ്പാടം ഉണ്ടായിരുന്നു, അത് ആക്രമിച്ച് വലിയ സ്ഫോടനമായിരുന്നു അവിടെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലോകത്തിൻ്റെ ക്രൂഡ് ഓയിൽ ശിലാകേന്ദ്രമായിട്ടുള്ള ഈ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഹോർമൂസ് അടച്ചു, കപ്പലുകളൊന്നും പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഹോർമൂസ് മാത്രമല്ല, തൊട്ട് അടുത്തുള്ള ഈ ഒരു പേർഷ്യൻ കടലിടുക്കിലൂടെ പോകുന്ന മറ്റ് കപ്പലുകളുണ്ടോ, ചരക്ക് കപ്പലുകളൊക്കെ ഉണ്ടല്ലോ, ഇതും കൂടെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നു. ഇതെല്ലാം ലോകം മൊത്തം കുറ്റം പറയുന്ന ആരെയാണ്? ഇപ്പോൾ ട്രംപിനെയാണ്. ട്രംപിന് ഇതിന് ഊരാനും പറ്റുന്നില്ല, നിർത്താനും പറ്റുന്നില്ല, ചർച്ചയ്ക്ക് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഇയാൾ കാരണം ലോകം മൊത്തം ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വാർത്തകളൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് എത്തണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ അടുത്തടുത്ത വീഡിയോസൊക്കെ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിലേക്ക് എത്തത്തുള്ളൂ. ആദ്യം ഒരു കാര്യം നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് ഏതൊരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രംപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഖമീനിയും തട്ടി ബാക്കിയുള്ള ലീഡേഴ്സിനും തട്ടി ടെഹ്റാൻ ആക്രമിച്ചു, അവിടെ മൊത്തം നാമാവശേഷമാക്കുന്നു, ഇതോടെ കഴിഞ്ഞു, വാർഷിപ്പുകളെല്ലാം തകർത്തു, ഇനി ആരെവിടുന്ന് മിസൈൽ വിടാനാണ്, ആരാക്രമിക്കാനാണ്, ഇനി അങ്ങോട്ട് കീഴ്പ്പെടുക മാത്രമേ രക്ഷയുള്ളൂ എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈവൻ കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു നദാൻസ് മലനിരകൾ പോയിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർക്കുകയാണ്. പക്ഷേ അടിയിലേക്കൊന്നും എത്തില്ല, മല മൊത്തം താങ്ങുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരിക്കെ ലോകം മൊത്തം ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപിനെയാണ്. ഇത് മറ്റ് രാജ്യത്തെ തലവന്മാർ മാത്രമല്ല, ഈ ട്രംപിൻ്റെ രാജ്യത്തെ CIA ഉണ്ടല്ലോ, സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഇതിൻ്റെ മുൻ തലവനായിരുന്ന ലിയോണ പനേറ്റ വരെ ട്രംപിനെ പരസ്യമായിട്ട് രൂക്ഷമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പോൾ ശരിക്കും മനസ്സിലായില്ലേ, ട്രംപ് പെട്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ രാജ്യത്തെ തന്നെ വലിയൊരു കമാൻഡറായിരുന്ന ലിയോണ പനേറ്റ പറയുകയാണ്, ഇറാനെ ആക്രമിച്ചതിൽ ട്രംപിന് പിഴച്ചു, അമേരിക്കയും ലോകവും ഇപ്പോൾ മൊത്തം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആകെ ഒരു ഉത്തരവാദി ട്രംപാണെന്നുള്ളതായിരുന്നു ഈ പനേറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പനേറ്റ അത്ര നിസാരക്കാരനൊന്നുമല്ല, സാധാരണ ഒരു വ്യക്തിയല്ല. ഒസാമ ബിൻ ലാദനെ വധിച്ച ഓപ്പറേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ സോൾ കമാൻഡർ ഈ പനേറ്റ ആയിരുന്നു. ബറാക്ക് ഒബാമയുടെ ഭരണകാലത്ത് പെൻറ്റഗണിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പനേറ്റ എന്നുള്ളത്. അപ്പോൾ പനേറ്റ പറഞ്ഞത്, ഇങ്ങനെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഈ അരക്കിറുക്കം കാരണം ഇപ്പോൾ ലോകം മൊത്തം അനുഭവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് പുള്ളി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും ഉത്തരവാദി ട്രംപാണെന്നുള്ള കാര്യം. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സുരക്ഷാ ചർച്ചകളിലൊക്കെ ഇറാൻ്റെ കാര്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ടായിരുന്നെങ്കിലും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെപ്പറ്റി അധികം സംസാരിക്കാറില്ല എന്നുള്ളതായിരുന്നു. പനേറ്റ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഖമേനി ആയിരുന്നപ്പോൾ ചർച്ചകൾക്ക് എങ്കിലും സാധ്യതയുണ്ടായിരുന്നു, നമുക്ക് സംസാരിക്കാം, നമുക്ക് മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഡിപ്ലോമസി ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോഴാരാണ് പരമോന്നത നേതാവായിട്ട് വന്നിട്ടുള്ളത്? ഖമീനിയുടെ മകനായിട്ടുള്ള മുസ്തഫ ഖമീനിയാണല്ലേ. ഇയാളെന്ന് പറയുന്നത് തികച്ചും ഒരു യഥാസ്ഥിതികനാണ്, കുറച്ച് കണിശക്കാരനാണ്. ഇയാളോട് സംസാരമൊന്നും പോകില്ല. ആക്രമണമെങ്കിൽ ആക്രമണം, ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പോരാടും എന്നുള്ള ചിന്തയുള്ള ഒരാളാണ് ഈ മുസ്തഫ എന്നുള്ളത്. നേരത്തെ ഖമേനി കുറച്ചുകൂടെ നമുക്ക് ചർച്ച, ഖമേനി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ പോകാം, പ്രശ്നങ്ങളില്ലായിരുന്നു, ചർച്ച ചെയ്യായിരുന്നു. ആ ഒരു അവസരം വരെയാണ് ഈ ട്രംപ് കളഞ്ഞു കുളിച്ചതെന്ന് പനേറ്റ പരസ്യമായിട്ട് പറയുകയാണ്. അതോടൊപ്പം നാറ്റോ രാജ്യങ്ങളെ പറ്റി കൂടി പറയുകയാണ്. ട്രംപ് പണ്ട് നാറ്റോ രാജ്യങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. നാറ്റോ രാജ്യങ്ങൾ എന്നുള്ളത് വെറും കടലാസ് പുലികളാണ്, അതായത് വെറുതെ ഇങ്ങനെ ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പവറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടും അതോടൊപ്പം തന്നെ ട്രംപ് ഈ ലോക സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ഇയാളാണ് കാരണമായതുകൊണ്ടും തന്നെ ഒരു നാറ്റോ രാജ്യങ്ങളും ഈ ഒരു യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ട്രംപ് മറ്റ് നാറ്റോ സഖ്യകക്ഷികളുണ്ടല്ലോ, മറ്റ് നാറ്റോ രാജ്യങ്ങളുണ്ടല്ലോ, ഇവരോടൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഹോർമൂസിൽ നിങ്ങൾ യുദ്ധക്കപ്പൽ അയക്കണം, നിങ്ങളുടെ സൈന്യത്തെ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒറ്റ രാജ്യങ്ങൾ പോലും ഈ ട്രംപിനെ തിരിഞ്ഞു നോക്കിയില്ല, ഒരു രാജ്യം പോലും. അതാണ്, ഒറ്റ രാജ്യം ഇയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ട്രംപ് ആകപ്പെട്ടു, ഒരു തരത്തിലും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതോടെയാണ് ഇയാൾ അവസാനത്തെ അടവെടുത്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ ചർച്ച നടത്തി, ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്, എല്ലാവരും ശാന്തി സമാധാനമായിട്ടിരിക്കുക എന്നുള്ളത്. വെറുതെയാണ്, ഇറാൻ പറഞ്ഞല്ലോ, വെറുതെയാണ്
എന്തിനാണ് ഒരു ചർച്ച നടന്നിട്ടില്ല, ഞങ്ങൾ പോരാടുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപനവും ഒരു പുകമറ മാത്രമാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് ഇപ്പോൾ അമേരിക്കയുടെ എയർഫോഴ്സും ആർമിയും ഒക്കെയാണല്ലോ ഇറാൻ പോയിട്ട് യുദ്ധം ചെയ്യുന്നത്. നിയമപരമായിട്ട്, അതായത് അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച് ഇത്രയും ദിവസം മാത്രമേ പ്രസിഡന്റിൻ്റെ ഓർഡറിൽ ഇവർക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കയറിയിട്ട് ഇതുപോലെ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഇവരുടെ ആംഡ് ഫോഴ്സ് അവിടെ യുദ്ധം ചെയ്യണമെങ്കിൽ US കോൺഗ്രസിൻ്റെ അനുമതി വേണം. അതായത് നമ്മളുടെ പാർലമെൻറ്റൊക്കെ പോലത്തെ ഒരു സംവിധാനം. ഇതിൻ്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ആംഡ് ഫോഴ്സിന് ഒരു നിശ്ചിത ദിവസത്തിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് അമേരിക്കൻ ഭരണഘടന പറയുന്നൊരു കാര്യമാണ്. ഭരണഘടനയാണ് ട്രംപിന് മുകളിലുള്ളതല്ലേ, അതുകൊണ്ട് ഇവർക്ക് തിരികെ പോകുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കാരണം തിരികെ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. തനിക്ക് ഇതിനുള്ള പവറില്ല എന്ന് ലോകത്തോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് ഈ വിരുദ്ധൻ കാണിച്ചത് എന്താണ്, എന്നാൽ അങ്ങോട്ടൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കാം. അതും എങ്ങനെ, ഞാൻ ചർച്ച നടത്തി, വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടത്തി, അതുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു എന്നുള്ള രീതിയിലായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പച്ചക്കള്ളമാണ്. ഇയാളൊരു പുകമറ മാത്രം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ അണയാൻ പോകുന്ന തീയാളിക്കത്തും അല്ലെങ്കിൽ അവിടുത്തെ സൈനികരെ പിൻവലിക്കേണ്ട അവസാന ദിവസം എത്തിയപ്പോൾ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണമായിരുന്നു ട്രംപ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു നദാൻസ് മലനിരകൾ, അതായത് ഈ ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പിന്നീടും ആക്രമിക്കുകയാണ്. 48 മണിക്കൂർ വാണിംഗ് കൊടുക്കുകയാണ്. ഈ അണയാൻ പോകുന്നതിനുള്ള ആളിക്കത്തൽ മാത്രമായിരുന്നു അത്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ രാജ്യത്തുള്ള ഈ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, നമ്മളുടെ വൈദ്യുത നിലയങ്ങൾ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകൾ, മറ്റ് പവർ പ്ലാന്റുകൾ, സോളാർ പവർ പ്ലാന്റുകൾ, നിങ്ങളുടെ എണ്ണക്കിണർ, അവിടെ നിന്നുള്ള ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നശിപ്പിക്കും. ഊർജ്ജമില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ഊർജ്ജം ഉണ്ടാകില്ല. ആ രാജ്യം ഇരുട്ടിലേക്ക് പോവുകയാണ്. ഒരു 5000 വർഷം പിന്നോട്ടടിക്കുമല്ലേ. ഒരു കറണ്ട് ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കറണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഒരു കണക്ടിവിറ്റിയിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ട്രംപ് പറയുകയാണ്. ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ അവർ പേടിക്കുമെന്നാണ് ട്രംപ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല മറ്റൊരു സാധനം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ ഭീതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞില്ല, ഈ ഒരു 48 മണിക്കൂർ വാണിംഗ്. അതോടൊപ്പം തന്നെ UKയുടെ, അതായത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു അന്തർവാഹിനി അറബിക്കടലിലേക്ക് നീങ്ങുന്നൊരു വാർത്ത കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. HMS ആൻസൺ ന്യൂക്ലിയർ സബ്മറൈൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ എന്തു സംഭവിക്കാം, ആണവാക്രമണം വരെ സംഭവിക്കാം പറയുന്നൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാലും ഇറാൻ ഒട്ടും വഴങ്ങിയില്ല. അടിച്ചാൽ തിരിച്ചടിച്ചിരിക്കും, ഞങ്ങൾ തിരിച്ചടിച്ച് ഫുള്ള് നാശാക്കും. അവർ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 കാര്യങ്ങളെ ടാർഗറ്റ് ചെയ്തായിരുന്നു. അതായത് ഇവർ GCC കൺട്രീസിനാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ആക്രമിക്കാൻ ഇവർക്ക് രക്ഷയില്ല. ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും, റേഞ്ച് കൂടി മിസൈലുകളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞെന്താണ്, ഈ സൗദി, UAE, ബഹ്റൈനൊക്കെ ഉണ്ടല്ലോ, ഇവിടെയുള്ള 5 കാര്യങ്ങളെ ഞങ്ങൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യും. ഒന്നാമത്തത് എണ്ണക്കിണറുകളാണ്. രണ്ടാമത്തത് കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകളാണ്. അവിടെ കടലിൽ നിന്നുള്ള വെള്ളം എടുത്ത് ശുദ്ധീകരിച്ചാണ്, ഡീസാലിനേഷൻ ചെയ്തിട്ടാണ് കുടിക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. ഇത് ബാങ്കുകൾ, IT കമ്പനികൾ, നിങ്ങളുടെ ഗ്യാസ് ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ഇത് മൊത്തം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീകരമായിട്ടുള്ളൊരു മറുപടി ഇറാൻ കൊടുക്കുകയാണ്. ഇതിനിടയിൽ ഇറാൻ ഒരു കാര്യം ചെയ്ത് ലോകത്തെ ഞെട്ടിക്കുകയാണ്. അതെന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാൻ്റെ മിസൈൽ റേഞ്ചിനെയൊക്കെ കുറിച്ചല്ലേ. 2000 കിലോമീറ്റർ വരെ പോകുന്ന ഫത്തേ മിസൈലുകളൊക്കെയാണ് ഇറാൻ്റെ കയ്യിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളതെന്നായിരുന്നു അല്ലേ. പക്ഷേ ഇറാൻ സർപ്രൈസുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വിചാരിക്കും അവരുടെ ആയുധശേഖരം തീർന്നു, അവർക്ക് കുറച്ച് മിസൈലുകളല്ലേ ഉള്ളൂ, കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് നോക്കുമ്പോൾ, നമ്മൾ ഒരു മുറി തുറന്നിട്ട് അടുത്ത മുറിയിലേക്ക് കയറുമ്പോൾ അതിനേക്കാളും വലിയൊരു ആയുധശേഖരം, അടുത്ത മുറി തുറക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ആയുധശേഖരം. ഇതാണ് സത്യം പറഞ്ഞാൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഇറാൻ അവിടുന്ന് ചരിത്രത്തിലാദ്യമായിട്ട് 4000 കിലോമീറ്റർ റേഞ്ചുള്ള 2 മിസൈലുകൾ ഡിയാഗോ ഗാർഷ്യയിലേക്ക് വിടുകയാണ്. എന്താണ് ഡിയാഗോ ഗാർഷ്യ? ഞാൻ ആ ഒരു കപ്പലാക്രമണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ശ്രീലങ്കൻ തീരത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് US-ൻ്റെയും UKയുടെയും ഒരു മിലിറ്ററി ബേസ് ഉണ്ട്, ഒരു ഐലൻഡാണ്. ഇവിടെ നിന്നായിരുന്നു ആ ഒരു ഇറാൻ കപ്പലില്ലേ, ഇന്ത്യയിൽ വന്ന അതിഥികളായിട്ട് വന്ന് തിരികെ പോകുന്ന ഇറാൻ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് വെച്ച് ആക്രമിച്ച വാർത്ത കേട്ടിട്ടില്ലേ? അത് അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഡിയാഗോ ഗാർഷ്യയിൽ നിന്നായിരുന്നു. ഡിയാഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ 2 മിസൈലുകൾ ആദ്യമായിട്ട് പ്രയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിചാരിക്കുന്ന ആയുധശേഖരമോ കാര്യങ്ങളോ അല്ല ഇറാൻ്റെ കയ്യിലുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു യുറാനിയം എൻറിച്ച്മെൻറ്റ്, ഈ സമ്പുഷ്ടീകരണം 90% അവർ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. 60% ഓൾറെഡി സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 90% പോയി അവർ ആണവായുധം ഉണ്ടാക്കുവാണെങ്കിലും ഡേഞ്ചറുണ്ട്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, നമ്മളുടെ ഇന്ത്യ എന്തിനാണ് ആണവായുധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മറ്റേ രാജ്യങ്ങളെ ആക്രമിക്കാനാണോ? അല്ല. ഈ ചരിത്രത്തിൽ ഇന്നേ വരെ ആണവായുധം 2 തവണ പ്രയോഗിച്ചിട്ടുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ്. അതിന് മുൻപോ പിൻപോ ഈ ആണവായുധം എന്ന് പറയുന്ന ഒന്ന് ലോകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും ഈ ആണവശക്തി നേടിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്? മറ്റ് രാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ പണ്ട് ആണവശക്തി ആകണമെന്ന് തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ, അത് നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ, നമ്മൾ പാകിസ്ഥാൻ്റെ മുന്നിൽ ഒരു അടിമയെ പോലെ പേടിയോടെ നിൽക്കേണ്ടി വന്നേനെ. ഇതാണ് സത്യം. ആണവായുധം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ശക്തിയാണ്. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ തന്നെ പവർ റെസ്പെക്ട്സ് പവർ എന്നുള്ളതാണ്.
പക്ഷേ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് അതിനൊരു തീരുമാനമെടുത്തപ്പോൾ ഇതിനെ ശക്തമായിട്ട് എതിർത്ത ഒരു വിദ്വാനുണ്ട്, പി ചിദംബരം. ഒരുപാട് കാലം കേന്ദ്ര ധനകാര്യമന്ത്രിയും MP-യും ഒക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ MP ആയിരുന്ന സമയത്ത് ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. നമുക്കിതൊന്നും വേണ്ട, ഇതൊക്കെ മൊറാലിറ്റിക്കെതിരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എതിർക്കുകയാണ്. അന്ന് അതുപോലുള്ള വിട്ടുകളുടെ വാക്കും കേട്ട് നമ്മൾ ഈ ഒരു ആണവ പദ്ധതി നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ്റെ മുന്നിൽ നമുക്ക് എക്കാലത്തും ഭയത്തോടെ മാത്രം നിൽക്കേണ്ടി വന്നേനെ. ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുന്നുണ്ടോ? ഈ പി ചിദംബരം എന്ന് പറയുന്ന വിദ്വാൻ തന്നെയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വഴിയിൽ നിന്ന് പച്ചക്കറി മേടിച്ചിട്ട് നിങ്ങളുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡിൽ കൊടുക്കൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? തൊട്ടടുത്തുള്ള മുറുക്കാൻ കടയിൽ വരെ നമുക്ക് UPI ഗൂഗിൾ പേയിലൂടെ ഫോൺ എടുത്ത് കാണിക്കുന്നു, പൈസ പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നതല്ലേ. സോറി നമ്മൾ സംസാരിച്ച് കുറച്ച് കാട് കയറിപ്പോയി. പക്ഷേ പറഞ്ഞത് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ആണവശക്തി ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആണവശക്തി ഓൾറെഡി ആയിക്കഴിഞ്ഞത് ഒരു ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. അവരെ മറ്റു രാജ്യങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇറാൻ്റെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ ഒരു AK-47 ഗണ്ണ് നമ്മളുടെ ഒരു ഇന്ത്യൻ ആർമി സോൾജറിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. മറിച്ച് നമ്മൾ ആ ഒരു AK-47 ഒരു കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്താലോ അതൊരു പ്രശ്നമാണല്ലേ. ആ ഒരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നത്. ഒരുപാട് ചർച്ചകൾക്ക് ശ്രമിച്ചു, നിങ്ങൾ ഈ ഒരു ആണവ പദ്ധതി ഇത് നിർത്തിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇറാൻ അവരുടെ ആണവ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ മരണമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുമെന്ന്. അങ്ങനെ പ്രസ്താവന നടത്തിയ ഒരു രാജ്യം ആണവശക്തിയായി മാറിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ ഇല്ല. ഇവരത് ഉപയോഗിക്കും 100%. ഇവരുടെ രീതി നമുക്കറിയാം. ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങൾ എത്രത്തോളം രൂക്ഷമാണ്, എത്രത്തോളം ക്രൂരമാണല്ലേ. ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ചുമ്മാ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ചൊറ പറയിക്കാണ്, എല്ലാം നശിപ്പിക്കണമെന്നൊരു ചിന്താഗതി ആണ് ഇവർക്കുള്ളത്. ഒരു യുദ്ധത്തിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എടുക്കുക, നമ്മൾ ഒരു ലിമിറ്റ് മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ, അതിന് മുകളിലൊക്കെ നമുക്ക് ഭീകരമായിട്ട് ആക്രമിക്കാം. അതല്ല ഒരു യുദ്ധത്തിൻ്റെ രീതി. നമ്മളെ ആക്രമിച്ചതിന് കുറച്ച് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിന് മുകളിൽ കുറച്ച് മുകളിലായിട്ടോ ആക്രമിക്കുക, അല്ലാതെ അവരുടെ രാജ്യത്തെ നശിപ്പിച്ച് കളയണം, ലോകം മൊത്തം നശിപ്പിക്കണം, അതൊന്നും ഒരു സാഡിസ്റ്റ് ചിന്താഗതിയിലേക്ക് യുദ്ധങ്ങൾ പോകാൻ പാടില്ല. എന്തായാലും 48 മണിക്കൂർ വാണിങ്ങിന് മുമ്പ് ഇസ്രായേൽ ഇറാനും ഖത്തറിനും ഇടയിലുള്ള സൗത്ത് പാർസ്ഫീൽഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതക പാടമുണ്ട്. ഈ പാടം ആക്രമിക്കുകയാണ്. ഈ പാടത്ത് നിന്നാണ് 70% ഗ്യാസും ഇറാനിലേക്ക് പോകുന്നത്. 20% ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും ലോകത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ലോകത്തിലേക്ക് പോകുന്ന 20% പ്രകൃതിവാതവും ഇവിടെ നിന്നുള്ളതാണ്. ഈ സൗത്ത് പാർസ്ഫീൽഡ് ആക്രമിക്കപ്പെടുകയാണ്. അത് വലിയൊരു ഭീകരമായിട്ടുള്ള പൊട്ടിത്തെറിയോടെയുള്ള വിഷ്വലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ്. ഖത്തറിലുള്ള റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, അത് വേൾഡ് ലാർജസ്റ്റ് LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എക്സ്പോർട്ടേഴ്സ് ആണ്. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രകൃതിവാതകം എക്സ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ആ ഒരു സിറ്റി എന്നുള്ളത്. അവിടെ വലിയൊരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അമേരിക്ക അണയാൻ പോകുന്ന ആളിക്കത്തൽ പോലെ നദാൻസ് ആക്രമിച്ച കാര്യം പറഞ്ഞല്ലോ. ഇറാൻ പണി കൊടുത്തെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതാണ്. ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇറാൻ്റെ മിസൈലുകൾക്ക് 2000 റേഞ്ച് ഉള്ളപ്പോൾ അത് ഇത്രയും ദൂരം വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറവായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറാൻ സർപ്രൈസുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ മിസൈലുണ്ടല്ലോ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളിൽ വീഴുകയാണ്. അറാദും ഡിമോണയായിരുന്നു. ഈ ഡിമോണയിലാണ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി സെൻ്റർ ഉള്ളത്. അതായത് ഈ ആണവ ഗവേഷണ കേന്ദ്രമൊക്കെ ഇല്ലേ, ഇതിൻ്റെ അടുത്ത്, അതായത് അതിനെ ലക്ഷ്യം വെച്ചിട്ട് ഇറാൻ ഭീകരമായിട്ട് ആക്രമിക്കുകയാണ്. അതിൽ 200ഓളം പേർക്ക് സാരമായിട്ട് നിസാരമായിട്ടൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആദ്യം വന്ന വാർത്ത എന്തെന്നാൽ 8 പേര് മരണപ്പെട്ടു എന്നുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പിന്നീട് ആ ഒരു വാർത്ത നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് എല്ലാവരും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, പക്ഷേ ഇസ്രായേൽ അത് പുറത്ത് പറയാത്തത് ആണെന്നുള്ളതാണ്. ഇറാനിലാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയ ശേഷം 200-ലധികം വരുന്ന ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇസ്രായേലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 15ഓളം വരുന്ന ആൾക്കാർ യുദ്ധം തുടങ്ങിയ ശേഷം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ നല്ലതുപോലെ ആക്രമണങ്ങൾ വീഴുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് പ്രകാരം ഇറാൻ ഇതുവരെ 400 മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ഇതിൽ 92% ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കഴിഞ്ഞു. ബാക്കി 8%മാണ് വീണിട്ടുള്ളത്. 400ൻ്റെ 8% എന്ന് പറഞ്ഞാൽ 32 മിസൈലുകൾ ഇസ്രായേൽ പതിച്ചിട്ടുണ്ട്. ആ 32 മിസൈലുകൾ ഉണ്ടാക്കിയ ആഘാതം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതായത് മൊത്തം തകർന്നു, പല ബിൽഡിങ്ങുകളും തകർന്നു, അവരുടെ കെട്ടിടങ്ങളൊക്കെ തകർന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇസ്രായേലുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾ ഈ ഒരു കാര്യം, ഇസ്രായേൽ നടന്നിട്ടുള്ള അപകടങ്ങളെ പറ്റിയിട്ടോ അതിൻ്റെ ആഘാതത്തെ പറ്റിയിട്ടോ ഒന്നും ചർച്ച ചെയ്യുന്നത് അധികം ഞാൻ കണ്ടില്ല. പണ്ട് തൊട്ടേ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന കാര്യമാണ്, യുദ്ധം വന്നാൽ അത് എല്ലാവരെയും ബാധിക്കും. ഇപ്പോൾ നമ്മളെ ബാധിക്കുന്നു അല്ലേ. പല റെസ്റ്റോറൻറ്റുകൾക്കും ഗ്യാസ് കിട്ടാനില്ല, പെട്രോളിൻ്റെ പ്രശ്നങ്ങൾ വരെ സാധ്യതയുണ്ട്, ലോകത്തെ സാമ്പത്തികം തകരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഞാൻ പറഞ്ഞു ഇറാൻ്റെ ചെറുത്തുനിൽപ്പൊക്കെ ഭയങ്കരമാണ് കേട്ടോ. നമ്മൾ സർപ്രൈസ് ചെയ്ത് ഞെട്ടിച്ചു. അവരുടെ ചെറുത്തുനിൽപ്പിനോട് അത്ര റെസ്പെക്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ ഒരിക്കലും വിചാരിച്ച പോലെ അല്ല അവരുടെ കാര്യങ്ങൾ. ഇത്രയും പേര് വന്ന് ട്രംപ്, ഞാനെന്നല്ല ട്രംപ് പോലും ചിന്തിച്ചില്ല, പിന്നെയാണോ ഞാൻ. അപ്പോൾ
പക്ഷേ അവരുടെ ഈ ഫോളോ ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു അതുകൊണ്ട് ലോകം മൊത്തം നശിക്കണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ആക്രമിച്ചു, അതിന് പ്രത്യാക്രമണം നടത്തി, അതിനേക്കാളും കുറച്ചുകൂടി മോള് നടത്തിക്കുക. പക്ഷേ ഈ ലോകം മൊത്തം തകരണം എന്ന് പറയുന്ന രീതിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോകം മൊത്തം നശിപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ആണവായുധം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ നോർത്ത് കൊറിയയൊക്കെ പോലെ ആയി മാറും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇസ്രായേൽ തീർന്നു. ഇവർ ആണവായുധം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ തീർന്നു. ഹിരോഷിമ നാഗാസാക്കിക്ക് ശേഷം ഇത്രയും വർഷങ്ങൾക്കപ്പുറം വീണ്ടും ആദ്യമായിട്ട് ആണവായുധം പ്രയോഗിക്കാൻ പോകുന്ന ഒരു പക്ഷേ ഇറാൻ ഇസ്രായേലിൻ്റെ പുറത്തായിരിക്കും. ഇസ്രായേൽ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യമാണ്. സാധാരണ ഒരു ആണവായുധം വീണ് കഴിഞ്ഞാൽ ആ രാജ്യമില്ല, തീർന്നു, ഒന്നുമില്ല രാജ്യത്ത്. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായിട്ട് എതിർക്കുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഹോർമൂസ് എന്ന് പറയുന്നത് ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു സ്ട്രാറ്റജിയാണ്. അത് പ്രകൃതിയായിട്ട് അവർക്ക് കൊടുത്തൊരു സംഭവമാണെന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഹോർമൂസിൽ കൂടെ പോകുന്ന എല്ലാ കപ്പലുകളും കത്തിക്കുമെന്ന് ഇറാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ഒരുപാട് കപ്പലുകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ പേർഷ്യൻ ഗൾഫ് മറ്റ് മേഖലകളിൽ കൂടെ പോകുന്ന ചരക്ക് കപ്പലുണ്ടല്ലോ, അത് നശിപ്പിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഫ്ലോട്ടിംഗ് മൈനുകളുണ്ട്. അതായത് ചെറിയ ബോംബുകളില്ലേ, മൈൻ ബോംബുകളില്ലേ, അത് കരയിൽ നിന്ന് വിക്ഷേപിക്കുക, അത് ഒഴുകിപ്പോയിട്ട് ഈ കപ്പലുകൾ പൊട്ടിത്തെറിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പല കപ്പലുകളും ഒക്കെ കത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം മിസൈൽ ആക്രമണമൊക്കെ നടത്താൻ സാധിക്കും. എന്നാലും ഈ ഫ്ലോട്ടിംഗ് മൈനുകൾ ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപയോഗിച്ച് അവിടെ കൂടെ പോകുന്ന എല്ലാ കപ്പലുകളും നശിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതോടെ, പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്യുന്നുണ്ട് കേട്ടോ, കപ്പലുകളൊക്കെ കത്തുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മൊത്തം തകർന്നിരിക്കുകയാണ്. അതായത് ഇറാനെ തൊട്ടാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ശിര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് അല്ലേ, ഒരു ചെറിയ കടലിടുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് മറ്റു വലിയ കടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്പേസ്, ആ സ്പേസ് എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയില്ലേ? ഇതാണ് ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യം എന്നുള്ളത്. നമ്മൾ ചരിത്രത്തിലും അല്ലെങ്കിൽ പല സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. വലിയ ആർമിയുള്ള, വലിയ സേനയുള്ളൊരു ടീമിനെ കുറഞ്ഞ സേനയുള്ള മറ്റൊരു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു സംഘം ബുദ്ധി ഉപയോഗിച്ച് തോൽപ്പിക്കുന്നതല്ലേ. ഇപ്പോൾ കണ്ണാടി വെച്ചിട്ട് അത് കപ്പലുകൾ കത്തിക്കുന്ന കഥകളൊക്കെ ചരിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചതല്ലേ. ഇപ്പോൾ അല്ലെങ്കിൽ ബാഹുബലി, നമ്മുടെ യുദ്ധം പോലെ, മറ്റേ കാലകേൻ്റെ ടീം വലുതായിരുന്നു, പക്ഷേ ബാഹുബലി ബുദ്ധി ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇറാനുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ വിചാരിക്കും ഞാൻ ഇറാനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആരെയും സപ്പോർട്ടല്ല, നമുക്ക് യുദ്ധത്തിൽ ആരെയും സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും എനിക്ക് നേടാനൊന്നുമില്ല. ഇറാൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റലിജൻസ് മീൻസ് അവരുടെ ഇൻ്റലിജൻസ് സംവിധാനമല്ല, ബുദ്ധി ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അവർ കൈവച്ചത് എവിടെയാണ്? ഹോർമൂസിൽ കൈവച്ചു. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കൈവച്ചു. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം നശിക്കുമ്പോൾ ട്രംപിൻ്റെ മേലുള്ള പ്രഷർ ഭയങ്കരമാവും. ട്രംപ് ഒറ്റപ്പെടും. ഇതിനെല്ലാം കാരണക്കാരൻ ട്രംപാണെന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവരും, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഈവൻ CIA മുൻ തലവൻ വരെ ട്രംപിന് കുറ്റപ്പെടുകയാണ്. അമേരിക്ക അനുഭവിക്കുന്ന, ലോകം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ ട്രംപാണെന്ന് അവിടുത്തെ ലിയോണ പലേറ്റ, ഈ ഒസാമ ബിൻ ലാദനെ വധിച്ച കമാൻഡർ പറയുകയാണ്. ഇതാണിപ്പോൾ ലോകം എത്തി നിൽക്കുന്ന അവസ്ഥ. അതോടൊപ്പം ഇറാനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോളോ ചെയ്ത ഒരു യുദ്ധ സമ്പ്രദായം എന്നുള്ളത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയാണ്. ഓട്ടോമേറ്റ് ചെയ്ത പോലെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് മിസൈൽ പോകുന്നല്ല, ഒരാൾ ചുമ്മാ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഈ ഖമേനിയൊക്കെ തട്ടിയപ്പോൾ വിചാരിച്ച എന്ത് കാര്യമായിരുന്നു? ഇനി കമാൻഡർ ഇല്ല, അവരുടെ കപ്പലുകൾ നശിപ്പിച്ച് ഇനി ആരാണിതെല്ലാം ഡീൽ ചെയ്യാൻ പോകുന്നത്? ഈ ആർമിക്ക് ഉത്തരവ് കൊടുക്കാൻ പോകുന്ന ആരാണ്? പക്ഷേ IRGC, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ്, ആ യുദ്ധം ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചെറുത്തുനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇറാനോട് തോന്നുന്ന റെസ്പെക്ട്, ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് വില്ലന്മാരോട് റെസ്പെക്ട് തോന്നുന്നൊരു സാഹചര്യമില്ല. ഞാൻ ഇറാൻ വില്ലനാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത്. ചെറുത്തുനിൽപ്പ് ഹിസ്റ്റോറിക്കലാണത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായിത്തീരും അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇറാനും അടങ്ങുമായിരിക്കും. നമുക്ക് ഇന്നും നാളത്തേക്ക് ന്യൂസ് നോക്കിയാൽ അറിയാം ഈ ആക്രമണം പോയിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളത്. അതോടൊപ്പം മറ്റൊരു ചോദ്യമുണ്ട്, അമേരിക്കയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നല്ലേ. ഇസ്രായേലും ഇറാനും തമ്മിൽ ആ ഒരു പോര് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുമോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ. എന്നാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, എല്ലാവരുടെയും, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അന്തിമ ലക്ഷ്യം എന്നുള്ളത് ഈ ഇറാൻ ഒരു ആണവ ശക്തിയായി മാറരുത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇറാനെ യുദ്ധത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ ഇറാൻ ആണവ ശക്തിയായിട്ട് മാറുമെങ്കിൽ ഡേഞ്ചറാണ്, 100% ഡേഞ്ചറാണ്. അവർ ഇസ്രായേലിനെ നശിപ്പിക്കും, ഇസ്രായേൽ മൊത്തം ഇല്ല പിന്നെ ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ എതിർക്കും. ഇപ്പോൾ ഇതിൽ തെറ്റാൻ തോന്നുമെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ആണവ പദ്ധതികൾ ഒരുപാട് വർഷങ്ങളോളം നമ്മൾ ഡിലേ ചെയ്തു. ആ ഒരു കഥ ഞാൻ പിന്നെ പറയാം അല്ലേ. നമ്മൾ ചാരപ്രവർത്തിയൊക്കെ നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നമ്മൾ അവരുടെ ആണവ പദ്ധതി ഡിലേ ചെയ്തു. നമുക്ക് നിർത്തിവെക്കാൻ സംവിധാനം ഇല്ല, പക്ഷേ നമ്മൾ ഏകദേശം 15 വർഷത്തോളം പാകിസ്ഥാൻ്റെ ആണവ
ആണവ പദ്ധതികൾ നമ്മൾ ഇടപെട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ലോ ചെയ്തു ആ ഒരു പ്രോസസ്സല്ലേ, പതുക്കെയാക്കി. അപ്പോൾ അതാണ് കാര്യം. ആ ഒരു സമയത്ത് പാകിസ്ഥാൻ ആണവശക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് ആണവശക്തി ആ ഒരു ആണവായുധം എടുത്തിടും, പിന്നെ നമ്മളില്ല. ഇതൊക്കെ തന്നെയാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ്, അല്ലാതെ നമുക്ക് അന്തിമമായിട്ട് ഒരു സംഭവമൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.